ദേശീയപാതയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായി. കുഴിയും ചെളിയും വെള്ളവുമാണ് അപകട സാധ്യത ഇരട്ടിയാക്കിയത്. നിർമ്മാണ കമ്പനിക്കെതിരെ വ്യാപക പ്രതിഷേധം. ദേശീയപാതയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായി തുടരുന്നു. മഴയെത്തിയതോടെ കുഴിയും ചെളിയും വെള്ളക്കെട്ടും രൂക്ഷമായി. കനത്ത മഴയിൽ ദേശീയപാതയിലൂടെ യാത്ര അതീവ ദുഷ്കരമായി മാറി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾക്കൊപ്പം സർവീസ് റോഡുകളിലെ കുഴികളും വെള്ളക്കെട്ടും ചെളിയുമെല്ലാം വാഹനയാത്രക്കാർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് കൂടി വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. തോരാതെ പെയ്യുന്ന മഴയും എത്തിയതോടെ തടസ്സങ്ങൾ ഇരട്ടിയായി. പലയിടത്തും ഇഴഞ്ഞു നീങ്ങിയുള്ള യാത്രയിൽ തുടർച്ചയായി തടസ്സമുണ്ടാക്കുന്നു. പെയ്ത്തുവെള്ളം കാനയിലേക്ക് ഒഴുകാനുള്ള ക്രമീകരണം പൂർത്തിയാകാത്തതിനാൽ ദേശീയപാതയിലെ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് സർവീസ് റോഡുകളിലാണ്. പലയിടത്തും 2 അടി ഉയരത്തിൽ വരെയായി വെള്ളക്കെട്ട്. പൊന്നാമ്പള്ളി, വയലാർ, കവല, തങ്കിക്കവല, അർത്തുങ്കൽ, തിരുവിഴ, 11-ാം മൈൽ, എക്സ്റേ, അർത്തുങ്കൽ ബൈപ്പാസ് തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. മഴ കനത്തതോടെ സർവീസ് റോഡുകളിൽ പലയിടത്തും കുഴികളെല്ലാം വലിയ പ്രശ്നമായി. വയലാർ കവലയിലും തങ്കിക്കവലയിലും ഒറ്റപ്പുന്നയിലും മുട്ടൊപ്പം വെള്ളത്തിലാണ് കുഴികൾ. ഇരുചക്ര വാഹനങ്ങൾ അടക്കം ഇതിൽ കുടുങ്ങിപ്പോകുന്ന സ്ഥിതി നിത്യ സംഭവമാകുന്നു. അർത്തുങ്കൽ ബൈപ്പാസ്, എക്സ്റേ കവല എന്നിവിടങ്ങളിൽ തകർന്ന റോഡായതിനാൽ അവിടെയും വാഹനങ്ങൾ കടന്നുപോകാൻ വലിയ സമയമെടുക്കുന്നു. ദേശീയപാതയോരത്തെ കുഴിയിൽ അപകടം പതിയിരിക്കുന്നു. തിരുവിഴയിലാണ് പാത നിർമ്മാണത്തിനു വേണ്ടി റോഡരികിൽ നിന്ന് മണലെടുത്തത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ്. രാത്രികാലങ്ങളിൽ ഈ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. എക്സ്റേ കവലയിൽ ഡെഡ്ജ് ചെയ്യുന്ന ചെളി സർവീസ് റോഡിലേക്ക് പരന്നൊഴുകിയതോടെ വടക്കൻ പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ചെളി താണ്ടി വേണം കടക്കാൻ. ചെളി സർവീസ് റോഡും കടന്ന് സമീപ വീടുകളിലേക്ക് വരെ ഒഴുകുന്നുണ്ട്. കുഴിയും ചെളിയും വെള്ളക്കെട്ടും വലിയ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു.